പാകിസ്ഥാന് 3 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, നേരത്തെ 1 വിക്കറ്റ് നഷ്ടത്തിൽ 100 കടന്നതാണ്, പിന്നീട് തുടർച്ചയായി 2 വിക്കറ്റുകൾ നഷ്ടപ്പെടുകയായിരുന്നു. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന അപ്ഡേറ്റ് എങ്ങനെയാണ് അനിൽ? റീത, മത്സരത്തിലേക്ക് ഫൈനലിലേക്ക് ഇന്ത്യ തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. റീജത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസൊക്കെ പിന്നിട്ടതാണ് പാകിസ്ഥാൻ. പക്ഷേ ഇന്ത്യ തുടർച്ചയായ 2 വിക്കറ്റുകൾ, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാഹിബ്സാദ ഫർദാനെയാണ് ആദ്യം പുറത്താക്കിയത്. 57 റൺസാണ് ഫർഹാൻ നേടിയത്. 38 പന്തിൽ 5 4 3 6 ഉൾപ്പെടുന്നതാണ് ഫൈനലിലെ ഏറ്റവും ക്ലാസി ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് തന്നെയാണ് ഫർഹാൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഒപ്പം തന്നെ സൈം അയ്യൂബിന് അദ്ദേഹം ഇത്തവണ ഡെക്ക് ഉണ്ടായില്ല എന്നത് മാത്രമാണ്. ഈ ടൂർണമെൻറ്റിൽ മാത്രം 4 തവണ 0-ന് പുറത്തായതാണ്. പക്ഷേ സൈം അയ്യൂബിന് വലിയ സ്കോറിലേക്ക് പോകാൻ സാധിച്ചില്ല. 14 റൺസാണ് നേടാനായത്. മുഹമ്മദ് ഹാരിസ് 2 പന്തിൽ 0 റൺസ് എടുത്ത് പുറത്തായിരിക്കുന്നു. അങ്ങനെ ഇന്ത്യക്ക് 3 വിക്കറ്റുകൾ നേടാൻ സാധിച്ചു. 3 വിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് സ്പിന്നേഴ്സിന് തന്നെയാണ്. വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരു ബൗളറുടെ ഷോട്ട്, അതായത് ഹാർദിക് പാണ്ഡ്യയുടെ കുറവ് ആദ്യ 10 ഓവറിൽ കൃത്യമായി കണ്ടതാണ്. ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകുമ്പോൾ ആദ്യ ഓവറിൽ തന്നെ എപ്പോഴും ഒരു വിക്കറ്റ് തരാറുണ്ട്, ഇല്ലെങ്കിൽ ആ പവർ പ്ലേ ഘട്ടത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇന്ത്യയെ സഹായിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതിന് സാധിക്കുന്നില്ല. ജസ്പ്രീത് ബുംറയ്ക്ക് വലിയ രീതിയിൽ പ്രഹരമേൽക്കുകൂടി ചെയ്തതോടുകൂടി ഇന്ത്യ ആദ്യ 10 ഓവറിൽ വലിയ രീതിയിൽ റണ്ണ് വഴങ്ങുകയാണ്. ഒപ്പം തന്നെ മികച്ചൊരു സ്റ്റാർട്ട് കിട്ടിയതോടുകൂടി ഫർഹാൻ ഇന്ത്യയുടെ സ്പിന്നർമാരെയും കടന്നാക്രമിക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ ഫസ്റ്റ് ഇന്നിങ്സിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇന്ത്യ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. 14 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 118 എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്കോർ. ഇനി ശേഷിക്കുന്ന 6 ഓവറിൽ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു 180-ന് മുകളിലുള്ള ഒരു സ്കോറായിരിക്കും, അല്ലെങ്കിൽ 200-ലേക്ക് എത്താൻ തന്നെയായിരിക്കും. കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് അത്ര കണ്ട് സ്ട്രോങ് ആണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ എത്ര റൺ അടിച്ചാൽ പോലും അത് റിസ്ക് തന്നെയാണ്. ആ ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ ഒരു 180-ന് മുകളിലെ സ്കോറിലേക്കായിരിക്കും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇന്ത്യ ആവട്ടെ ഇനിയുള്ള 10 ഓവറിൽ പരമാവധി പിടിച്ചു കെട്ടി പാകിസ്ഥാനെ ഓൾ ഔട്ട് ആക്കുക, അല്ലെങ്കിൽ പരമാവധി റൺസ് പിടിച്ചു കെട്ടി ഒരു 180-നുള്ളിൽ 170-നുള്ളിൽ തന്നെ പിടിച്ചൊതുക്കാനായിരിക്കും ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ സ്പിന്നർമാർ കളത്തിലേക്ക് വീണ്ടും മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരുന്നത് ഇന്ത്യക്ക് പ്രതീക്ഷയാവുന്നുണ്ട്. റീജിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.